കലത്തപ്പം ഉണ്ടാക്കുവാൻ വേണ്ടി എടുത്തിരിക്കുന്ന നമ്മുടെ പച്ചരി, തേങ്ങ ചിരകിയത്, പിന്നെ ജീരകം, ഏലക്ക. നമ്മുടെ കലത്തപ്പത്തിൻ്റെ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തേക്കുന്നത് 2 കപ്പ്. അത് ഈ കപ്പിനാണ്. ഈ കപ്പ് മീൻസ് ഞാൻ ഈ ഗ്ലാസ്സിനാണ് എടുത്തേക്കുന്നത്. ഗ്ലാസ്സിന് 2 ഗ്ലാസ് പച്ചരി ഒരു 4 മണിക്കൂർ നമ്മൾ കുതിർത്തി വെച്ചത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഈ സ്പൂണിന് 3 സ്പൂണ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. പിന്നെ 1/4 സ്പൂണ് ജീരകം, അതിൻ്റെ കൂട്ടത്തിലൊരു 4 ഏലക്ക. ഇതെല്ലാം കൂടെ നമ്മളെടുത്ത ആ കപ്പിന് 1 കപ്പ് വെള്ളത്തിലാണ് അരച്ചെടുത്തേക്കുന്നത്. നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. കാരണം നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ശർക്കരപ്പാനി ചൂടോടെ ഒഴിക്കേണ്ടതാണ്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ പാനി റെഡിയാക്കിയിട്ട് ഒഴിക്കാം. ഇവിടെ കലക്കി വെച്ച മാവിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ സോഡ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ വെക്കുകയൊന്നും വേണ്ട, റെസ്റ്റ് ചെയ്യാൻ വെക്കുകയൊന്നും വേണ്ട. ഇപ്പോഴേ നമുക്ക് നമ്മുടെ ശർക്കരപ്പാനി ചൂടോടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് അന്നേരം തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ സാധാരണ നമ്മൾ കുക്കറിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് എല്ലാവരും. പക്ഷേ ഇത് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് പാനിനകത്ത് വേഗം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കുക്കറിനെ കഴിഞ്ഞും ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ശർക്കരപ്പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള 3 കട്ട ശർക്കരയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അരി എടുത്ത അതേ സെയിം കപ്പിനകത്ത് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഇത് ഉരുക്കിയെടുക്കാൻ പോകുന്നത്. നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം ഇത്. അങ്ങനെ നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ചൂടോടെ നമുക്ക് അരിച്ചിട്ട് ഒന്ന് ഒഴിക്കാം. ഒരാൾ നമുക്ക് ഇളക്കി തരാനുണ്ടെങ്കിൽ നല്ലതാണ്. കാരണം ഇപ്പം എനിക്കിത് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒഴിച്ചിട്ട് നന്നായിട്ട് അന്നേരം തന്നെ ഇളക്കി കൊടുക്കുവാണ്. അല്ലെങ്കിൽ നമ്മുടെ മാവ് വെന്ത് പോയാൽ അത് നല്ല മയത്തിൽ ആരോടെ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അന്നേരം തന്നെ ഇളക്കി കൊടുക്കാവേ. അങ്ങനെ നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ച് നല്ല ലൂസായി നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഇളക്കി നല്ലതായിട്ട് യോജിപ്പിക്കാം. എന്നിട്ട് നമുക്ക് ഇപ്പം തന്നെ ചുട്ടെടുക്കാം കേട്ടോ. പാൻ ഗ്യാസിൽ വെച്ച് ചൂടായതിന് ശേഷം 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കൂട്ടത്തിൽ 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് അതിനകത്തിട്ട് നല്ല ബ്രൗൺ കളറാകുന്നിടം വരെ നന്നായിട്ട് ഇളക്കി മുരിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ ചെറിയുള്ളി കൂട്ടത്തിലിട്ട് നന്നായിട്ട് മുരിയിച്ചെടുക്കുക. അല്പം മാറ്റി വെക്കുക. ബാക്കി വരുന്നത് നമ്മുടെ മാവിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് ഇട്ട് ഇളക്കിയെടുക്കുക. അപ്പം ഉണ്ടാക്കുവാൻ പാൻ ഗ്യാസിൽ വെച്ച് ചൂടായ ശേഷം 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിന് മുകളിൽ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഓരോ തവി മാവ് എടുത്ത് ഒഴിച്ചു കൊടുക്കുക. ഓരോ അപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഓരോ തവണയും നമ്മൾ ഓരോ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അതിന് മുകളിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ വറുത്ത തേങ്ങാക്കൊത്തും ഉള്ളിയും സ്പ്ലിറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ 2 മിനിറ്റ് തുറന്ന് വെച്ച് വേവിച്ച് 1 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആരോടെയുള്ള നമ്മുടെ ഈസി കലത്തപ്പം റെഡിയായി കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.